ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അപ്പോ ഇതോടെ ഗൗതമിന്റെ പണി അങ്ങ് കഴിഞ്ഞു അല്ലെങ്കിലേ? പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാ പോരാ, ഇനി അവൻ തല ഉയർത്തില്ല. ഒരു ബുർജ് ഖലീഫ കെട്ടിപ്പൊക്കാനുള്ള മണ്ണ് പശുത്തൊഴുത്ത് കിട്ടാൻ പോലും കൊള്ളില്ല എന്ന് ആ സോയിൽ ടെസ്റ്റിംഗ് ഓഫീസറെ കൊണ്ട് ഞാൻ പറയിച്ചു. സൂപ്പർ, അത് പൊളിച്ചു. എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണ് അവൻ. റിപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ച് കൺസ്ട്രക്ഷന് വേണ്ട മെഷീനറീസ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞതാ. ഈ റിപ്പോർട്ട് കിട്ടാതായതോടെ അവന്റെ ജീവിതം തന്നെ ആകെ താളം തെറ്റിച്ചു. ആകെ തളർന്ന് തകർന്ന് തല കുമ്പിട്ട് ഇറങ്ങി വരുന്ന അവന്റെ മുന്നിൽ നിന്ന് നല്ല ഒന്നാന്തരം ഒരു വെല്ലുവിളിയും കൂടി നടത്തിയിട്ടാ ഞാനിപ്പോ മോളെ കാണാൻ വന്നത്. ആ അവസ്ഥ ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ അങ്ങളെ. രക്തയോട്ടം നിലച്ച അവന്റെ മുഖമൊന്ന് കാണണമായിരുന്നു. സത്യം പറഞ്ഞ നല്ലൊരു എതിരാളിയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമുണ്ട് എനിക്ക്. അവനെങ്ങാനും പോയി കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാൻ ആരോട് ഫൈറ്റ് ചെയ്യും? അങ്കിളിന് ഇൻഡസ്ട്രിയിലെ എതിരാളികൾ വേണ്ടെന്നേ. ഒരു ഒറ്റയാനെ പോലെ ഇങ്ങനെ മതിച്ച് നടക്കണം അങ്കിള്. അവന്റെ ഒരു പാർവതി ബിൽഡേഴ്സ് അതെന്തായാലും പച്ച തൊടാതെ പോയല്ലോ. അവൻ ചാവാൻ പോയാ കൂടെ അവളെ കൂടെ ഇങ്ങും കൊണ്ടുപോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ ശല്യം അതേപോലെ തന്നെ കാണില്ല ഇനിയും. ഗൗതമിന്റെ വിധവ എന്ന ഷോ കൂടി ഞാൻ പിന്നെ കാണേണ്ടി വരും. മോളെ, നമുക്ക് ഈ വിജയം ഒന്ന് ആഘോഷിക്കണ്ടേ? അങ്ങളെ, ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ആഘോഷിക്കാനാ? നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ ഓഫീസറെ കിട്ടിയതുകൊണ്ടല്ലേ ഗൗതമിന് ആ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയത്. അവന്റെ ബിൽഡിംഗ് പോലെ ഒരു 12 നിലയുള്ള കേക്ക് നമ്മൾ വാങ്ങിക്കും. അത് മുറിച്ച് കഴിച്ച് ഈ വിജയം നമ്മൾ ആഘോഷിക്കും. മോളെ. ഓക്കെ. ബൈക്കിന്റെ ശബ്ദം ഞാൻ കേട്ടു. അതാ പായസം എടുത്തോണ്ട് വന്നത്. എന്താ ഒരു ഗൗരവം? ദേ, സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടുമായി ഗൗതം വരുമ്പോ തന്നെ തരാൻ പായസം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുമായിരുന്നു ഞാൻ. എന്റെ മുമ്പിൽ വെറുതെ അഭിനയിക്കല്ലേ. ആദ്യം ഒന്ന് വിരട്ടുക, പിന്നെ സന്തോഷിപ്പിക്കുക. അതാണല്ലോ മോന്റെ സ്ഥിരം ശൈലി. ഇത്തവണ ആ പരിപാടി എന്റെ അടുത്ത് വില പോവെന്ന് കരുതണ്ട. കാരണം ഒരു വഴിക്ക് പോയാൽ ഗൗതം വിജയിച്ചേ വരുള്ളൂ എന്ന് എനിക്കറിയാം. ഈ ബലം പെടുത്ത് അങ്ങോട്ട് വിട്ടിട്ടെ ഈ പായസം അങ്ങോട്ട് കുടിച്ച് ആ സന്തോഷ വർത്താനം എന്നോടൊന്ന് പറഞ്ഞു. എന്താ ഗൗതം, എന്താ ഉണ്ടായത്? എന്തിനാ പായസം തട്ടിത്തെറിപ്പിച്ചത്? സോയിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ട് വന്ന് നിൽക്കുന്ന ഒരുത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടാനല്ലാതെ കൊഞ്ചിക്കാനാവില്ല.
നമ്മുടെ ആ പ്ലോട്ടിന്റെ മണ്ണ് ശരിയല്ലെന്ന്, അതുകൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാനാവില്ലെന്ന്. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. ഗൗതം, എന്താ മോനെ ഉണ്ടായത്? ആ ടെസ്റ്റ് ഫെയിലായോ? എന്താ മോനെ പറ്റിയത്? ഇത്രയും കാലം എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുള്ളതല്ലോ. അമ്മയുടെ മരുമോള് ശിവാനി തന്നെയാ എല്ലാത്തിനും കാരണം. എന്നെ തോൽപ്പിക്കാനായിട്ട് അവള് കൂട്ടുപിടിച്ചിരിക്കുന്ന ആരെയാണെന്നറിയോ? നമ്മുടെ കുടുംബശത്രു CKC. ഞാൻ ഒരു വിധത്തിലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ശിവാനി CKC കൊണ്ട് ചെയ്യിച്ചതാണിതെല്ലാം. ആ സോയിൽ ടെസ്റ്റിംഗ് ഓഫീസറെ കൊണ്ട് 2 കോടി രൂപ എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ഓക്കെ ആക്കി തരണമെങ്കിൽ 2 കോടി രൂപ കൊടുക്കണമെന്ന്. അയ്യോ, എന്തൊരു കഷ്ടം ഇത്! എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? തെറ്റുകാരൻ ഞാനാ. ശിവാനിയുടെ എല്ലാ ചതിയും പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നിധി ഇറങ്ങിയപ്പോഴൊക്കെ തടഞ്ഞത് ഞാനാ. അവളെ വെറുതെ വിട്ടതാണ് ഞാൻ ചെയ്ത വിഡ്ഢിത്തരം. സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടാതെ നിരാശനായി ഞാൻ ഒരിടത്ത് ചെന്നിരുന്നപ്പോ ഞാൻ അവിടെ കണ്ടതെന്താണെന്നറിയോ? ഇങ്ങനെ ഒരു അവസ്ഥയായി പോയി. അല്ലെങ്കിൽ അവിടെ വെച്ച് ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചനെ. എന്തായാലും എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. എല്ലാം പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.